അല്ല അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ശ്രീ സണ്ണി ജോസഫ്, ഞാൻ പറയാനുള്ള പേരൊന്നും, ഞങ്ങളൊക്കെ എത്ര പേര്, കുഞ്ഞാലി സാഹിബ് എത്ര പേര്, ഇത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ, പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രമേ അല്ലല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ വി പ്രകാശിൻ്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ. ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച, ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചൊരു മറുപടിയാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ്, മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത്. മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത്. സ്മിത പറഞ്ഞത്. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായ പോണത്? ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട, അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എടോ, ഇത്ര മതി. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഉണ്ട്. ഇവര് ഈ കൈരളിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല. ഞാൻ പറയുമ്പോൾ ഇവര് 4-5 പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും. ചോദ്യമൊക്കെ ചോദിക്കാം, അതിന് പ്രയാസമൊന്നുമില്ല, മറുപടി അസലായിട്ട് പറയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി ചുറ്റിയാൽ അയിമ ചുറ്റി ഞങ്ങളും പണയണം എന്നൊക്കെ നിർബന്ധം പിടിക്കണം. അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞാൻ പറയാം, ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു നിലക്കും ബേജാറാവണ്ട.